ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് പച്ചയും നീലയും വെള്ളയും ഒക്കെയാണ് ബോർഡുകൾ. ഇൻഫ്രാസ്ട്രക്ചറിന് കാരണം നമ്മൾ കോടിക്കണക്കിന് രൂപ കിഫ്ബിയിൽ നിന്നും അതുപോലുള്ള മറ്റ് ഏജൻസികളിൽ നിന്നും നമ്മൾ കടമെടുക്കുകയാണ്. നാടാകെയുള്ള പിന്നെ പാലങ്ങളുടെ കൈവരി മാറ്റുകയാണ് ഇപ്പോൾ. ആ കൈവരികൾ മുഴുവൻ ചുവപ്പാണ് ഇപ്പോൾ. തിരഞ്ഞെടുപ്പ് ഓർമ്മകൾ പി കെ അബ്ദുറഹ്മാനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ദിവസം തുടങ്ങുന്നതല്ല. കാരണം കേരളത്തിൽ ഉപമുഖ്യമന്ത്രിയായിരുന്ന ഔക്കാദർ കുട്ടി നെഹ്റയുടെ മകന് രാഷ്ട്രീയ മൈതാനം അത്രമേൽ സുപരിചിതമായിരുന്നു. പി കെ അബ്ദുറബ്ബ മാതൃഭൂമി.com ചേരുകയാണ്. കഴിഞ്ഞ 5 വർഷമായി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനൊക്കെ ഒന്ന് വിട്ടു നിൽക്കുകയാണ്. എങ്ങനെയായിരുന്നു അതിനുശേഷമുള്ള ഒരു രാഷ്ട്രീയ ജീവിതം എങ്ങനെയായിരുന്നു? അത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു നിന്നിട്ടില്ല. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നേ വിട്ടു നിന്നിട്ടുള്ളൂ. കാരണം കഴിഞ്ഞ 5 വർഷക്കാലവും തിരഞ്ഞെടുപ്പുമായും പാർട്ടിയുമായും മുന്നണിയുമായൊക്കെയുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. KPA മജീദ് സാഹിബ് ഇവിടെ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞും ഈ 5 വർഷം മണ്ഡലത്തിലെയും അതുപോലെ തന്നെ പ്രദേശങ്ങളിലെയും ഒക്കെ വികസനത്തിൻ്റെ കാര്യത്തിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. 3 ഉപമുഖ്യമന്ത്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ അതെ. അത് ഇപ്പോൾ തോന്നുന്നുണ്ട് അങ്ങനെ ഉണ്ടാവേണ്ടത് നല്ലതാണെന്ന് എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അത് ഓരോ സാഹചര്യത്തിലുള്ള മുന്നണികളുടെ സീറ്റുകളും അതിൽ വരുന്ന 1ാം കക്ഷി 2ാം കക്ഷി എന്നുള്ള അതിൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്നതാണ്. അപ്പം അന്നത് വരാൻ കാരണം CH ഉള്ള സമയത്ത് ആർ ശങ്കർ ഉള്ളപ്പം വന്നിരുന്നു. നേരത്തെ കരുണാകരനും ആർ ശങ്കറും ഉള്ളപ്പോഴാണോ അതിന് പട്ടനാൾ പിള്ളയും ആർ ശങ്കർ തമ്മിലുള്ള ആദ്യൊരു ഉപമുഖ്യമന്ത്രി സ്ഥാനം മുമ്പുണ്ടായിരുന്നു. പിന്നെ വരുന്നത് CH ഉണ്ട്. അപ്പോൾ അതെന്താ കാരണം എന്ന് വെച്ചാൽ കരുണാകരനും CH രണ്ടാളും മുഖ്യമന്ത്രി ആയിരുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ കരുണാകരൻ വീണ്ടും മുഖ്യമന്ത്രി ആയപ്പോഴാണ് CH അവിടെ മുഖ്യമന്ത്രിയായിട്ട് വന്നത്. ഇതിൽ പിന്നെ CH മുഖ്യമന്ത്രി നേരത്തെ ആയതുകൊണ്ട് ഇവിടെ 83-ലും മുഖ്യമന്ത്രിയായി വന്നു. പിന്നെ മരിച്ചപ്പം ഫാദറിന് ആ സ്ഥാനത്തേക്ക് വരേണ്ടി വന്നു. അങ്ങനെയാണ്. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടെങ്കിൽ ഒരു തിരുത്തൽ ശക്തിയായിട്ടൊക്കെ മാറാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ അല്ലേ? അല്ല, അങ്ങനെയൊന്നുമില്ല. ഉപമുഖ്യമന്ത്രിയായാലും ഇപ്പോൾ പാർട്ടിയുടെ ഒരു സ്ട്രെങ്ത്തും പിന്നെ ആ ഒരു മുന്നണീൻ്റെ സെറ്റപ്പും ഒക്കെയാണ്. അല്ലാതെ ഉപമുഖ്യമന്ത്രി പദം കിട്ടിയത് കൊണ്ട് പ്രത്യേകമായിട്ടൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ഒരു സെക്കൻഡ് പാർട്ടി ഇപ്പം ലീഗിനെ സംബന്ധിച്ച് കോൺഗ്രസ് മുഖ്യ പാർട്ടിയാകുമ്പോൾ 2ാമത്തെ കക്ഷി എന്നുള്ള മുന്നണിയിലെ പ്രബല കക്ഷി എന്നുള്ള നിലക്ക് തീർച്ചയായും ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ളത് ലീഗ് അർഹിക്കുന്ന ഒരു സ്ഥാനമാണ്. കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയാൻ പറ്റില്ലെങ്കിലും എന്തെങ്കിലും പാർട്ടിയിലുള്ള എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരുന്നു ഈ? അല്ല, പാർട്ടിയിലുള്ള പ്രശ്നങ്ങളില്ല. പാർട്ടിയെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് മുതൽക്ക് തന്നെ 3 തവണ മത്സരിച്ചവർ മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ പൊതുവായിട്ടുള്ള ഒരു സമീപനം എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി മാറേണ്ടി വന്നു എന്ന് മാത്രമാണ്. ഇത്തവണ വീണ്ടും ഒരു മത്സരത്തിനുള്ള സാധ്യതയുണ്ടോ? അത് പാർട്ടിയാണ്, തിരഞ്ഞെടുപ്പ് കളത്തിൽ അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. താങ്കൾ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോഴേ ഈ SSLC ഫലമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ വിമർശനമൊക്കെ ട്രോളുകളൊക്കെ ഈ CPM-കാരൊക്കെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഗോപാലൻ്റെ പശുവടക്കം ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെപ്പറ്റി എന്താണ് ഇപ്പോൾ ഉള്ള? വാസ്തവത്തിൽ അത് വിദ്യാഭ്യാസ വകുപ്പിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസപരമായി സ്കൂൾ വിദ്യാഭ്യാസ തലത്തിലും യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ തലത്തിലുമൊക്കെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നടന്ന ഒരു സമയമാണ് 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്. അതിൽ വിദ്യാഭ്യാസ മന്ത്രിയായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചതിന് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഈ പരീക്ഷയിൽ ഉള്ള കാര്യങ്ങളിൽ ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് ഒരു 91 മുതൽ 95-96% വരെയായിരുന്നു വിജയ ശതമാനം. അത് വരുന്നത് നമ്മുടെ ഇപ്പോൾ ഉള്ള നിലവിലുള്ള ഒരു സമ്പ്രദായത്തിനനുസരിച്ചുള്ള റിസൾട്ടുകൾ വരുന്നത് കൊണ്ട് അങ്ങനെ വന്നുകൊണ്ടിരുന്നതാണ്. അന്നാണ് അതിനെ 96% പാസ്സായി എന്ന് പറഞ്ഞ് വലിയ വിമർശനം അന്നുണ്ടാക്കിയത്. പക്ഷേ അതിനുശേഷം വന്ന ഈ 10 കൊല്ലമായിട്ട് വന്ന 2 ഗവൺമെൻറ്റുകളും അതിനേക്കാൾ ഉയർന്ന വിജയ ശതമാനമാണ് ഉണ്ടായത്. ഇപ്പോൾ കഴിഞ്ഞ തവണ 99.73 അങ്ങനെ എന്തോ ആണ് കഴിഞ്ഞ പ്രാവശ്യം തന്നത്. അപ്പോൾ അതിനർത്ഥം സർക്കാരുകൾ അങ്ങനെ മത്സരിച്ച് വിജയ ശതമാനം കൂട്ടേണ്ട ഒരു നയം തിരുത്തേണ്ടതല്ലേ? അല്ല, അങ്ങനെ കൂട്ടിയതല്ല. നമ്മുടെ ഒരു പരീക്ഷയുടെയും മാർക്ക് കൊടുക്കുന്നതിൻ്റെയും നമ്മളുടെ നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെയും സമ്പ്രദായത്തിലൊരു മാറ്റം, ആ സമ്പ്രദായം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വന്നത്. ഈ പച്ച ബോർഡിൻ്റെ വിവാദത്തിൽ താങ്കളെ വലിയ വിവാദത്തിലാക്കിയ ആളുകൾ ഞാനതാണ് പറയുന്നത്. ഞാൻ ചെയ്ത പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഒരിക്കൽ പോലും വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം. പക്ഷേ അത് തെറ്റായിപ്പോയി അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന് അതായിപ്പോയി എന്ന് പറയാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. അതേസമയം ഞാൻ പറയാത്ത കാര്യങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ ഈ പച്ച ബോർഡിൻ്റെ കാര്യം എന്താ പ്രശ്നം വെച്ചാൽ
ശരിക്കുള്ള നമ്മുടെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് പച്ചയും നീലയും വെള്ളയും ഒക്കെയാണ് ബോർഡുകൾ. നമ്മളെ പഴയ മാതിരി മരത്തിൻ്റെ മുകളിൽ കാർ അയച്ചിട്ട് എഴുതുന്ന ബോർഡുകളല്ല. അപ്പോൾ ഇവിടെ അന്നൊരു സ്കൂളിൻ്റെ പണി നടക്കുന്നുണ്ടായിരുന്നു കക്കാട്. ആ സ്കൂൾ അതിൻ്റെ കോൺട്രാക്ടർ അല്ലെങ്കിൽ അവിടുത്തെ ചിലപ്പോൾ കുട്ടികളെ ചിലപ്പോൾ അധ്യാപകർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും, അവരവിടെ ഒരു പച്ച ബോർഡ് വെച്ചു. ഞാനിത് അറിയുന്നതന്നെയല്ല, ഞാൻ ആ സ്കൂളിൽ പോയിട്ടുമില്ല. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് കണ്ണിന് ഈ ബോർഡ് കണ്ണുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഈ കണ്ണിന് ശരിക്കും ഏറ്റവും നല്ല കളറുകളാണ് പോലും ഈ ഗ്രീനും ബ്ലൂ വെള്ളയും. ഇപ്പോൾ നമ്മളാരും പറഞ്ഞിട്ട് വെച്ചാൽ ആദ്യം ഉള്ളതാണ്. ഇപ്പോൾ പിന്നെ എല്ലാ സ്കൂളുകളിലും അവരത് അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ അന്നത് പച്ച കളറായി വന്നപ്പോൾ അത് ലീഗ് ആയതുകൊണ്ടൊക്കെ പച്ചാക്കി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിനൊരു വിമർശനം വന്നു. ഈ അരീക്കോട് ഒരു സ്കൂള്, അരീക്കോട്, ആ സ്കൂളിൽ പിന്നെ അപ്പോൾ അവിടെ +2 ക്ലാസ് ഉണ്ട്. അതൊരു മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ സ്കൂളാണ്. അപ്പോൾ അവർ അന്ന് ഈ ചുരിദാർ അത്ര ഒരു ഇതായിട്ടില്ല. സ്ത്രീകൾ ടീച്ചേഴ്സ് ചുരിദാർ ഉപയോഗിക്കുന്നത് അത്ര വലിയൊരു ഇതായിട്ട് വന്നിട്ടില്ല. അധികം ആളുകളും സാരിയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഈ സാരി ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും അവർ ബോർഡിൽ എഴുതുമ്പോഴൊക്കെ ഈ ഭാഗം ഇങ്ങനെ കാണാനുള്ളൊരു ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ആ മാനേജ്മെൻറ്റ് എന്ത് ചെയ്തു വെച്ചാൽ +1 +2 പഠിക്കുന്ന കുട്ടികളുടെ ടീച്ചേഴ്സിന് അവരൊരു ഓവർ കോട്ട്, ഇതിൻ്റെ മേലെ ഒരു ഓവർ കോട്ട് വെക്കാൻ പറഞ്ഞു. അതൊരു പച്ച അല്ലാതെ എന്തോ ഒരു ചെറിയ കളറാണ്. അതിൻ്റെ പച്ചവനോട് എന്തോ ഒരു സാമ്യം ഉണ്ടെന്ന് ഞാൻ പിന്നെ നോക്കിയത് എന്താണെന്ന് കഴിഞ്ഞാൽ അവിടെ പോയി നോക്കി. അപ്പോൾ അത് നമ്മൾ പറഞ്ഞിട്ട് അവിടെ ഒരു സ്കൂളിലെ മാനേജ്മെൻറ്റ് ഒരു ഓവർ കോട്ട് വെച്ചത് മന്ത്രി പറഞ്ഞിട്ടല്ലല്ലോ ചെയ്യാൻ, അത് മന്ത്രി പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇത് കൊണ്ടുവന്നു. ഇപ്പം ഇന്നിപ്പോൾ ഞാൻ വരുമ്പോൾ ഒരു സ്കൂളിൻ്റെ പെയിൻറ്റ് കണ്ടു. സാധാരണ സ്കൂളുകൾക്കൊരു മൈൽഡ് കളർ പെയിൻറ്റാണ് അടിക്കാറ്. പച്ചയും ചുവപ്പൊന്നും പറഞ്ഞാൽ ആരും അടിക്കാറില്ല. എന്തെങ്കിലും ഒരു മൈൽഡ് കളർ, എന്തെങ്കിലും ബ്രൗണോ അല്ലെങ്കിൽ ഒരു ഇളം മഞ്ഞ അങ്ങനെ എന്തൊക്കെയുള്ള ഉണ്ട്. ഇന്നിപ്പോൾ ഞാൻ വരുമ്പോൾ കണ്ടു അസലായിട്ട് റെഡ് പെയിൻ്റ് അടിച്ചൊരു സ്കൂൾ ഇപ്പോൾ അടുത്ത് ചെയ്തതാണ്. അപ്പോൾ അവരത് ചെയ്യുന്നുണ്ട്. അതുമാതിരി ഇപ്പോൾ ഈ നാടാകെയുള്ള പിന്നെ പാലങ്ങളുടെ കൈവരി മാറ്റുകയാണ് ഇപ്പോൾ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ കൈവരികൾ മുഴുവൻ ചുവപ്പാണ്. അപ്പോൾ ഈ 2021 തിരഞ്ഞെടുപ്പിന് ശേഷം താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വലിയ ചർച്ചയായിരുന്നു ആ സമയത്ത്. UDFൻ്റെ ഒരു കുറച്ച് വിമർശനങ്ങളൊക്കെ ആ സമയത്ത് വന്ന് സ്ഥാനാർത്ഥികളെ നിർത്തുന്ന, മണ്ഡലം അറിയാത്ത സ്ഥാനാർത്ഥികളെ നിർത്തുന്ന ഇതൊക്കെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി ആ സമയത്ത്. സ്ഥാനാർത്ഥികളെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മണ്ഡലം ആ ഫേസ്ബുക്ക് പോസ്റ്റ് കുറച്ച് വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു UDFൻ്റെ മൊത്തത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു അവലോകനം തിരഞ്ഞെടുപ്പിൽ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഭൂരിപക്ഷം മുസ്ലിം ലീഗിനും അതുപോലെ UDFനും ലഭിച്ചില്ല എന്നുള്ളത് കൊണ്ടുള്ള ഒരു പൊതുവായ വിമർശനം എന്നല്ലാതെ പാർട്ടിയെ ആ വിമർശനങ്ങളൊക്കെ ഇപ്പോൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ? ഇപ്പോൾ പുതിയൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിപ്പോൾ എനിക്കറിയാൻ പറ്റില്ല. കാരണം വിമർശനം ആർക്കെങ്കിലും വ്യക്തിപരമായി എതിരായിട്ട് ഞാൻ ഉൾക്കൊള്ളുന്ന പാർട്ടി സ്വയം വിമർശനമായിട്ടായിരുന്നു അതെ അത് ചെയ്തു എന്നുള്ളതല്ലാതെ അതിൽ എന്തൊക്കെ വന്നിട്ടുണ്ടോ ഇപ്പോൾ പുതിയ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാനെങ്ങനെ പറയാം? എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. വിമർശനങ്ങൾ നല്ലതാണെങ്കിൽ അത് ഉൾക്കൊള്ളുമാരാണെങ്കിലും തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തും. അതല്ല വിമർശനങ്ങൾക്ക് അത്ര വലിയ പിന്നെ അതിൽ കഴമ്പില്ല തോന്നുകയാണെങ്കിൽ അതങ്ങനെ വിടും, അത്രയേ ഉള്ളൂ. ഇടതുപക്ഷം അവരുടെ ഭരണ നേട്ടമായി പറയുന്നത് സ്കൂളുകളാണ്. അപ്പോൾ അവർ പറയുന്നത് 10 വർഷത്തെ ഒരു സ്കൂളുകളെയും അതിനുശേഷമുള്ള ഞങ്ങൾ വന്നതിന് ശേഷമുള്ള ഒരു സ്കൂളുകളെയും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കൂ, അപ്പം മനസ്സിലാവാം എന്നാണ് പറയുന്നത്. എന്താണ് താങ്കളുടെ ഒരു സ്കൂളിൻ്റെ എന്താണ് അവർ പറയുന്നത്? സ്കൂളിൻ്റെ പിന്നെ എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡാണോ അതോ കുട്ടികളുടെ ഇൻഫ്രാസ്ട്രക്ചറാണോ? ഇൻഫ്രാസ്ട്രക്ചറും അതെ, ഇൻഫ്രാസ്ട്രക്ചറിന് എന്താ കാരണം? ഇൻഫ്രാസ്ട്രക്ചറിന് കാരണം നമ്മൾ കോടിക്കണക്കിന് രൂപ കിഫ്ബിയിൽ നിന്നും അതുപോലുള്ള മറ്റ് ഏജൻസികളിൽ നിന്നും നമ്മൾ കടമെടുക്കുകയാണ്. ഇപ്പോൾ ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് വരുന്നതിന് മുമ്പ് 1.5 ലക്ഷം കോടി ഉണ്ടായിരുന്ന നമ്മുടെ പൊതുകടം ഇപ്പോൾ ഈ 10 കൊല്ലം കൊണ്ട് 6 ലക്ഷത്തിലധികമായിരിക്കുകയാണ്. 6 ലക്ഷം കോടിയിലധികം നമ്മൾ കടക്കാരാണ്. അതിന് പുറമെയാണ് ഈ കിഫ്ബിയിൽ നിന്ന് മറ്റുള്ള കിടക്കുന്ന ആയിരക്കണക്കിന് കോടികൾ. ആ കോടികൾ എടുത്തിട്ടാണ് സ്കൂളുകൾ നന്നാക്കിയത്. പക്ഷേ എല്ലാം കേരളത്തിലെ എല്ലാ സ്കൂളും നന്നായോ? ഇല്ലല്ലോ. കുറേ സ്കൂളുകളിൽ പുതിയ കെട്ടിടം വന്നു, പക്ഷേ പല സ്കൂളുകളിലും പഴയ കെട്ടിടങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണല്ലോ കുട്ടീനെ പാമ്പ് കടിച്ചതും മറ്റുള്ള കാര്യങ്ങളൊക്കെ സ്കൂളിൽ തന്നെ ഉണ്ടായത്. എക്കാലത്തും UDF ഭരിക്കുന്ന സമയത്തൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുസ്ലിം ലീഗായിരിക്കും. അപ്പോൾ ഈ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ഒരു കോട്ടയായിട്ടുള്ള മലപ്പുറം ജില്ലയിൽ പലപ്പോഴും ഈ +1 സീറ്റുകളെ കുറിച്ച് എപ്പോഴും ഉയർന്ന ഒരു പരാതികൾ ഉയരാറുണ്ട്. അത് താങ്കൾ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോഴും അതിന് മുമ്പത്തെ UDF സർക്കാരുകളുടെ കാലത്തൊക്കെ ആണെങ്കിൽ പോലും അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, ഒരു വലിയ അളവോളം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ പരിഹരിച്ച് പോകുന്നുണ്ട്. പക്ഷേ അവിടെ വരുന്ന ഒരു കുഴപ്പം എന്താണെന്ന് വിചാരിച്ചാൽ ഒരു 10-15 കൊല്ലം മുമ്പ്
പിന്നെ മലപ്പുറം ജില്ലയിൽ നിന്ന് SSLC പാസ്സാകുന്ന അല്ലെങ്കിൽ +2 പാസ്സാകുന്ന കുട്ടികളുടെ എണ്ണത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി വർധനയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സീറ്റുകളുടെ എണ്ണം കുറയുന്നത്, അല്ല സീറ്റുകൾ മതിയാകാതെ വരുന്നത്. വേണ്ട വിധത്തിൽ അന്ന് കൈകാര്യം ചെയ്തിരുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടോ? അല്ല ഒരിക്കലും ഇല്ല. അന്നില്ലാത്തൊരു പുതിയ ഫിനോമിന ഇപ്പോൾ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ കുട്ടികൾ പുറത്തു പോവാണ്. നല്ലൊരു ശതമാനം കുട്ടികൾ SSLC കഴിഞ്ഞു അല്ലെങ്കിൽ +2 കഴിഞ്ഞ് അവർ ഓസ്ട്രേലിയക്കും കാനഡയിലേക്കും UK-യിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാ സീറ്റും മുഴുവനായി എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പിന്നെ ഇപ്പോൾ ആ രീതിയിലുള്ള ഒരു സാമ്പ്രദായികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് പുറമെ കുട്ടികൾ പുതിയ മേഖലകളിലേക്ക് പോകുന്നുണ്ട്. ഈ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്ത് എടുത്ത തീരുമാനങ്ങളിൽ ഏതെങ്കിലും വേണ്ട എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു? ഒരിക്കലുമില്ല. 2007 ശേഷം 2011 ഞാൻ മന്ത്രിയായി വരുമ്പോഴാണ് കംപ്ലീറ്റ് പാഠ്യപദ്ധതി പരിഷ്കരിച്ചത്. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള മുഴുവൻ ക്ലാസ്സുകളിലെയും പാഠപുസ്തകങ്ങൾ പാഠ്യപദ്ധതി 3 ഘട്ടങ്ങളിലായിട്ട് പരിഷ്കരിച്ചു. അപ്പോൾ അതിനുശേഷം ഈ ഗവൺമെൻറ് 2021 മുതൽ 16 മുതൽ വരാൻ തുടങ്ങിയിട്ട് അവർക്ക് ഇപ്പോഴും പൂർണ്ണമായി എല്ലാ ക്ലാസ്സുകളെയും പാഠ്യപദ്ധതി ഇപ്പോഴും പരിഷ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതന്ന് വളരെ ഇതാക്കിയിട്ട് SCERTൻ്റെ നേതൃത്വത്തിൽ എല്ലാ ഇതൊക്കെ അതിൽ രാഷ്ട്രീയമൊന്നും ആരും നോക്കിയിട്ടില്ല. നല്ല ഒരു വിവരമുള്ള ആളുകളെ വെച്ച് SCERTയിൽ അവർ സമഗ്രമായിട്ട് പഠിച്ചിട്ടാണ്. മാത്രമല്ല അതിലൊരു തമാശ എന്താ വെച്ചാൽ അതിനു മുമ്പ് ബേബി മന്ത്രിയായിരുന്ന സമയത്താണ് ആ ഒരു മതമില്ലാത്ത ജീവൻ എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിൻ്റെ പ്രശ്നമുണ്ടായത്, ഒരു പാഠഭാഗത്തിൻ്റെ പ്രശ്നമുണ്ടായത്. അത് വന്നതുകൊണ്ട് അതിന് ശേഷം നമ്മൾ വന്നപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് മൈന്യൂട്ടായിട്ട് കാര്യങ്ങൾ പരിശോധിച്ചിട്ടാണ് പിന്നെ ഈ പാഠപുസ്തകത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഇതാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാലം അന്ന് ഉണ്ടാക്കിയ പുസ്തകത്തെക്കുറിച്ച് ഈ നിമിഷം വരെ നമ്മളെ ഭരണകാലം മാത്രമല്ല പറയുന്നത്, ഈ നിമിഷം വരെ അതിലുള്ള ഏതെങ്കിലും ഒരു പാഠഭാഗത്തെക്കുറിച്ച്, അതിലുള്ള ഒരു സെൻറ്റൻസിനെ കുറിച്ച്, അല്ലെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു ആശയത്തെക്കുറിച്ച്, ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് ഒരു പരാതി ഈ ദിവസം വരെ വന്നിട്ടില്ല. ചെറുപ്പം മുതലെയുള്ള തിരഞ്ഞെടുപ്പ് ഓർമ്മകളുണ്ടാവും പിതാവിൻ്റെ കാലം തൊട്ടേ. അതെ. അത് എത്രത്തിലുള്ളതായിരുന്നു? അല്ലാതെ അന്നത്തെ പോലെയല്ല ഇന്നത്തെ തിരഞ്ഞെടുപ്പ്. അന്ന് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ മത്സരിക്കാൻ ആളുകളെ കിട്ടാത്തൊരു കാലമായിരുന്നു. മത്സരിക്കാൻ ആരും താല്പര്യപ്പെട്ട് മുന്നോട്ട് വരാത്തൊരു കാലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ടി നേതൃത്വം വളരെയേറെ ആലോചിച്ച് എല്ലാ ഘടകങ്ങളും പരിശോധിച്ചിട്ടൊക്കെയാണ് അന്ന് സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നത്. പിന്നെ അന്ന് ഇന്നത്തെ പോലെയുള്ള വലിയ രീതിയിലുള്ള ഇലക്ട്രോണിക്സ് അതുപോലത്തെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. വാൾ പോസ്റ്റ് തന്നെ അന്ന് വളരെ ന്യൂസ് പ്രിൻറ്റിൽ അടിച്ചിരുന്ന വാൾ പോസ്റ്റായിരുന്നു അന്ന്. ന്യൂസ് പ്രിൻറ്റിൽ അപ്പോൾ ലീഗിൻ്റെ ആകുമ്പോൾ എന്താ വെച്ചാൽ വെള്ള ന്യൂസ് പ്രിൻറ്റിൽ പച്ച ലെറ്ററുള്ള പിന്നെ ഇതായിരിക്കും അന്നത്തെ പോസ്റ്റർ. ആദ്യമായിട്ട് കളർ പോസ്റ്ററുകൾ ഫാദർ മത്സരിക്കുമ്പോൾ വരുന്നത് 1982 അന്ന് വരാൻ കാരണം എന്താ വെച്ചാൽ അന്ന് എതിരായിട്ട് മത്സരിച്ച അഡ്വക്കേറ്റ് KN ഖാദർ, അദ്ദേഹം ആദ്യമായിട്ട് മത്സരിക്കുകയായിരുന്നു. അദ്ദേഹം കളർ പോസ്റ്ററൊക്കെ ഇറക്കിയപ്പോൾ അന്നത്തെ നമ്മളെ പ്രവർത്തകന്മാരെല്ലാം കൂടി അത് നമുക്കും വേണം കളർ പോസ്റ്റർ. അങ്ങനെയാണ് കളർ പോസ്റ്റർ 82 ആദ്യമായിട്ട് വന്നത്. അതുവരെ വെറും ന്യൂസ് പ്രിൻറ്റിലാണ് അയച്ചത്. ആകെ ഒരു ജീപ്പൊക്കെയാണ് ആകെ തിരഞ്ഞെടുപ്പിന് ഉണ്ടാവുക. മക്കളാരെങ്കിലും പിതാവിൻ്റെ പാത പിന്തുടരുന്നുണ്ടോ രാഷ്ട്രീയത്തിൽ? അങ്ങനെ സജീവമായിട്ട് ആരുമില്ല. രണ്ടാമത്തെ മകൻ അവന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ കാലാകാലങ്ങളിൽ എല്ലാ കൊല്ലവും യൂണിയൻ പിടിക്കുക SFI ആണ്. അപ്പോൾ അവിടുന്ന് വെച്ചാൽ ഫോറിൻ സ്റ്റുഡൻസ് അടക്കമുണ്ട്. അപ്പോൾ ഇവനവിടെ സെക്കൻഡ് ഇയറോ മറ്റോ ആയപ്പം എല്ലാവരും കൂടി ഒന്ന് കൂടാൻ തീരുമാനിച്ചു. SFIക്ക് എതിരായിട്ടൊരു കോമൺ ഫോറം, ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോറം ഉണ്ടാക്കി. അപ്പോൾ അവരെല്ലാവരും കൂടി പറഞ്ഞു നീ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ ഞങ്ങളെല്ലാം ഉണ്ടെന്നുണ്ട്. അങ്ങനെ മകനെ ഇതിൻ്റെ കിട്ടി. അങ്ങനെ അവരും എല്ലാവരും കൂടി SFIക്ക് എതിരായിട്ട് മത്സരിച്ചു. അങ്ങനെ SFIനെ പറ്റങ്ങ് പരാജയപ്പെടുത്തി അവിടെ. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10-15 കൊല്ലമായി. ഇപ്പോഴും ആ ഇൻഡിപെൻഡൻസ് തന്നെയാണ് അവിടെ ജയിക്കുന്നത്. SFI പിന്നെ ജയിച്ചിട്ടില്ല. അവരിപ്പോഴും തുടർന്ന് പോവുകയാണ്. ഏതായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് UDF ഉള്ളത്. തീർച്ചയായിട്ടും 10 വർഷത്തിന് ശേഷം തിരിച്ചു വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ 100-ലധികം സീറ്റിൻ്റെ വിജയത്തെ UDF ഭരണത്തിലേറും എന്ന് തന്നെയാണ് അബ്ദുറബ്ബും പറയുന്നത്.